ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ അജ്മീറിലെത്താൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിന്. 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്, 1 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിന്. അപ്പോൾ റൂം നമ്മൾ എടുത്തിട്ടുണ്ടായിന്. നമുക്ക് 4 മണിക്ക് അജ്മീർ ദർഗയിൽ കയറേണ്ടതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമുക്കെന്നാൽ നമ്മൾക്ക് കാറിൽ തന്നെ ബെഡ് സെറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ കിടക്കുക, അങ്ങനെ പറഞ്ഞിട്ട് ബെഡ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അധികം സൗണ്ടൊന്നും ആക്കാതെയാണ് നമ്മൾ ബെഡൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഓൺ വോയിസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതാണ് പിന്നെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അവിടെ അപ്പോൾ അകത്ത് ഫുള്ളായിട്ട് അങ്ങനെ ആളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ ദർഗൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാരായിരുന്നു. ഇവിടെ നല്ല സൈലൻറ്റ് ഏരിയ ആയിരുന്നു. അന്ന് അവിടെ നിർത്തിയിട്ട് ബെഡ് സെറ്റ് ചെയ്യാൻ നിന്നത്. ചെറിയൊരു മൂക്കടപ്പും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വോയിസ് അത്ര ക്ലിയർ ആയിരിക്കില്ല. നല്ല തന്നെ ആയിരുന്നു. ഇങ്ങനെ കാറിൽ കിടന്നിട്ട് നല്ല തണുപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായപ്പോൾ അത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല. ചൂടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും കാറിൽ കിടക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ AC ഇട്ടിട്ടുണ്ടായിനി കാറിൽ. അങ്ങനെയൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്ന് ആദ്യമായിട്ട് സ്റ്റേക്ക് റെഡി. ഇവിടെ ഫാനൊക്കെ കറങ്ങുന്നുണ്ട്. ഇവിടെ ബാക്ക് ഷീറ്റ് ഇട്ട് 2 സൈഡ് വണ്ടിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഉറങ്ങുന്നുണ്ട്. 2 പിള്ളേർ, ആന 2 ഓടുകളുണ്ട്. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. പിന്നെ ഫാൻ സിസ്റ്റമൊക്കെ എയർ സർക്കുലേഷനൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരൗട്ട് 2 ഇന്നോളം, ഇതൊരൗട്ട് 1 ഇന്ന്, അതൊരൗട്ട് 1 ഇന്ന്. പിന്നെ ഞാൻ ഇവിടുത്തെ എൻ്റെ ഭാഗത്തിലെ ക്ലാസ്. അങ്ങനെ നമ്മൾ 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിയാകുമ്പോഴാണ് ദർഗ ഓപ്പൺ ആവല്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നിൽക്കുന്ന സ്ഥലം പിന്നെ കുറച്ച് ആൾക്കാരിലുള്ള സ്ഥലമാണ്. എല്ലാവരും ഉറങ്ങിയിട്ട് ഒന്ന് സൈലൻ്റ് ഏരിയ ആയതാണ്. അപ്പോൾ അവരെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവണം. അതുകൊണ്ട് വേഗം എഴുന്നേറ്റ് ഒന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഫ്രഷായി നമ്മളിപ്പോൾ ദർഗയിലേക്ക് നടക്കും. കുഴപ്പമൊന്നുമില്ല. വെള്ളം ഉണ്ടെങ്കിൽ എന്താ മാർക്കറ്റ് ഇങ്ങോട്ട് ദർഗ മസ്ജിദ്. ഇവിടെ എത്തുമ്പോൾ തിരക്ക് കൂടി. സ്വീറ്റ്സ് ഉണ്ടോ? സ്വീറ്റ്സ് ഒന്ന് ടേസ്റ്റ് നോക്കണോടാ. സ്വീറ്റ്സ് ഒന്ന് ടേസ്റ്റ് നോക്കണം എടുത്തേ. പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അവിടെ 2 പേര് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചെരുപ്പ് വാങ്ങിയിട്ട് വെക്കും. 20 രൂപയാണ് അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ടോക്കനും തരും. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഇത് 4800 കിലോൻ്റെ എന്താണ് പാത്രം എന്നല്ലാതാണ് ഇത് പറയുന്നത് കേട്ടെ. അതിൽ എല്ലാവരും നേർച്ച ചെയ്തിട്ടുള്ള പൈസ മറ്റിടുന്നതാണ്. പിന്നെ കുറച്ച് ആൾക്കാരില്ലേ ഈ തോല് പോലത്തെ എന്തോ ഒരു കവറിൽ, തോല് പോലത്തെ സഞ്ചിയിൽ ഇങ്ങനെ വെള്ളം നിറച്ചുകൊണ്ടേന്ന് ഇങ്ങനെ ഔതിരി വെള്ളം എന്താ സംഭവം അതിനാണ് ഇതെന്താ കഴിക്കലിങ്ങനെ കിട്ടുന്നുണ്ടോ? അങ്ങോട്ട് പോയവർക്ക് എങ്ങനെ തരും? പിന്നെ എന്തോ ഇതെല്ലാം പോകുന്നുണ്ട്. എന്താ എന്താ ഇങ്ങനെ എല്ലാരും മുത്തലും ചെയ്യുന്നുണ്ട്.
ഇതാണ് പള്ളി നിസ്കരിക്കുന്നത്. പിന്നെ ഇതാണ് മക്കാം. ഉള്ളിൽ കയറാനുള്ള ക്യൂ ആണ്. ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ജനങ്ങളുണ്ട്. കബറിടമാണ് ഇങ്ങനെ നടക്കുന്നിടത്ത് തന്നെയാണ് ഇങ്ങനെ ഇത്. അപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഇങ്ങനെ ആക്കി വെച്ചതാണ്. തന്നെയാണ്, ചെറിയ ആളൊന്നുമല്ല. അതങ്ങനെ ആക്കിയതേ ഉള്ളൂ. കബർസ്ഥാനാണ്. പേപ്പറിൽ എഴുതി നോക്കിയിട്ടൊക്കെ ഒരാളെ വരുന്ന മാച്ചിൻ്റെ നീളം നോക്കിയ സൈസ്. അടിക്കൽ അത്രയും ഏരിയ കവർ ചെയ്യുന്നുണ്ട്. മസ്ജിദാ മസ്ജിദ്, പള്ളിയല്ലേ? നമ്മ ഇവിടെ തന്നെ ജുമായോണ്ട് മൊത്തം തുടച്ച് വൃത്തിയാക്കുന്ന. എന്നെ കളിക്കുന്നത് ഞാൻ 10 മിനിറ്റ് കാത്തുവിനെടുത്ത് നീ ഒരു കഴുത രണ്ട് കഴുതനാണെങ്കിലോ. മണ്ണ് സിമെന്റ് എല്ലാം കത്തും. പാർക്കിംഗ് എല്ലാം പറഞ്ഞിട്ട് നോക്കിയേ. ഗവൺമെന്റ് വർക്കിംഗ് ആണ്, മുനിസിപ്പാലിറ്റി. 250 രൂപ അല്ല, മണിക്കൂറിന് ആവശ്യം. എനിക്ക് എൻ്റെ 120 മണി വരെ ഞാൻ പാർക്കിംഗ് കിട്ടും. ഞാൻ ചുമാലം കഴിഞ്ഞിട്ട് പോകാൻ കണ്ടീഷൻ ആയിരുന്നില്ലേ. വേഗം ഓടി ആടെ നമ്മക്ക് നിസ്കരിക്കാനോ ഒന്നിനും കഴിയില്ല. ജനങ്ങൾ ഇന്ന് എന്തോ ഇവരെന്തോ അജ്മീർന്ന് വാങ്ങിയ സ്വീറ്റ്സ് ആണ്. അതെല്ലാം കണക്കുണ്ട്. 2 ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങള് അജ്മീറിലുള്ളത്. ഇന്നത്തെ സംസാര വിഷയം അജ്മീർ ദർഗയാണ്. കുഴപ്പമൊന്നുമില്ല. നമ്മള് രാവിലെ തന്നെ ഇറങ്ങി ദർഗയിലേക്ക് വിട്ടു. ഇനി നിങ്ങൾക്ക് ദർഗന്റെ പിന്നെ അപ്പൊ ദർഗ എന്ന് പറഞ്ഞാല് ഖബർ സിയാറത്തും ഇങ്ങനല്ലേ. പക്ഷെ അതിന്റെ കൂടെ കുറെ പൈസ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ആള് നടക്കുന്നുണ്ട്. പൈസ ചോദിച്ചു വാങ്ങും. ഇത്ര പൈസ വേണോ, 500 വേണോ? പൈസ ചോദിച്ചാൽ നമുക്ക് കൊടുക്കും പോലെയെന്ന് 100 വേണോ 200 വേണോ എന്ന് ചോദിക്കൂ. അത് വേറെ കേസ്. പിന്നെ ഉള്ളത് ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ജനങ്ങളുണ്ട്. ഇന്നെന്തോ ഇവരെ പരിപാടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ വരുന്ന സമയത്ത് വണ്ടി മുട്ടി. ബാക്കിൽ ഇങ്ങനെ ആടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങലോടുകൂടി ബാക്കിൽ ബൈക്കാരൻ വന്നിട്ട് ഒരൊറ്റ അടി. ബൈക്കാരൻ നിർത്തിയിട്ടില്ല, എന്തെങ്കിലും ചെയ്യാൻ ഓനങ്ങ് എടുത്തിട്ട് പോയി.
അങ്ങനെ വണ്ടി എടുത്തിട്ട് പോയി. അവിടുന്ന് വിളിച്ചിട്ട് ഒന്നും നിൽക്കുന്നില്ല, ഒന്ന് അങ്ങ് എടുത്തിട്ട് പോയി. ഞാൻ പോയി ബമ്പറെല്ലാം ശരിയാക്കി എന്നിട്ട് എടുത്തു. ബമ്പറിനെ അടിച്ചിട്ട് ബൈക്കായതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും പറ്റിയില്ല. ചെറുങ്ങനെ ബമ്പർ ഒടിഞ്ഞിന്, ബമ്പർ അങ്ങ് നിർത്തി കൈയോടെ. ഭയങ്കര ലയിക്കെന്ന് പറഞ്ഞിട്ട് വന്നേ. ലയിക്കില് ഫുള്ള് മണ്ണ്, ലയിക്കിന്റെ അവസ്ഥ ഫുള്ള് മണ്ണ്, മണ്ണും ചളിയെല്ലാം തന്നെ. ടൂറിസ്റ്റ് പ്ലേസ് ആണ് എടുത്തത്. തിരിച്ചു പോയി, വന്ന പോലെ തിരിച്ചു പോയി, വന്ന പോലെ തിരിച്ചു പോവാ, വേഗം ഓടാല. അങ്ങനെ നമ്മൾ അജ്മീറിൽ നിന്ന് ഇറങ്ങി. അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസൊക്കെ നോക്കി. ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെ ഒന്നുമില്ല അവിടെ. എന്നിട്ട് ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ അവിടെ എന്തെല്ലാം പണിയൊക്കെ നടക്കുന്നുണ്ടായിനി ഒരു ഭാഗത്ത്. പിന്നെ താടെ ഒന്നുമില്ല, സംഭവം അവിടെ ഇപ്പോൾ ഒന്നും ഇല്ലയെന്ന് തോന്നും. പിന്നെ നമ്മളിങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ലേക്ക് കണ്ടിട്ട് അങ്ങനെ പോയതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്, നല്ല ഉച്ച ടൈമായി. പിള്ളേരെയും കൊണ്ടെല്ലാം കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ഒരു മൂഡില്ലാത്ത സിറ്റുവേഷനാണ്. പിന്നെ ഇത് അവിടുത്തെ മാർക്കറ്റാണ് രാജസ്ഥാനിലെ. അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ അതൊക്കെ വാങ്ങി. ഇത് പിന്നെ അവിടുത്തെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. നമ്മൾ ബസ് സ്റ്റാൻഡെന്ന് വെച്ചാൽ ഒരുപാട് ബസ്സൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാവും. ഇവിടെ ആകെ 3-4 ബസ്സേ ഉള്ളൂ. പിന്നെ അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട് എന്നിട്ട് പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് ഇനി സുഹേൽഖാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രാജസ്ഥാനിൽ, അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ വീട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. അടുത്ത വീഡിയോ അതാണ് ഉണ്ടാവല്, അവൻ്റെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ അങ്ങനൊരു വീഡിയോ വരുന്നതായിരിക്കും. അവൻ്റെ വീട്ടിൽ പോയിട്ട് 3 ദിവസം അവിടെ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിരിക്കും നെക്സ്റ്റ് വീഡിയോയിലുള്ളത്. പിന്നെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ പയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയും പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്.